വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടി മൂന്നാറിലെ തോട്ടം മേഖല. മൂന്നാർ ഗ്രഹാം സ്റ്റാൻഡ് ന്യൂ ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ചു. പശു കരയുന്ന ശബ്ദം കേട്ടെത്തിയ ആളുകൾ ബഹളമുണ്ടാക്കിയതോടെയാണ് പുലി രക്ഷപ്പെട്ടത്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ആക്രമണം രൂക്ഷമായിരിക്കുന്നു. ഈ വന്യജീവികളുടെ ഒപ്പം ഭീഷണിയിൽ തന്നെയല്ലേ ജനങ്ങളും? ഈ മൂന്നാർ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരു വശത്ത് കാട്ടാനയും കാട്ടുപോത്തുമെങ്കിൽ മറുവശത്ത് പുലിയും കടുവയും എല്ലാം ഈ തോട്ടം മേഖലയിൽ ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മൂന്നാറിലുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് പടയപ്പയുടെ പരാക്രമം മൂന്നാറിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എത്രത്തോളം കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്, ആളുകൾക്ക് എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ വാർത്തകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം കൂട്ടി തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പുലിയുടെ ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഗ്രാൻഹാം ന്യൂ ഡിവിഷനിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പശുവിന് നേരെ കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണം ഉണ്ടായത്. മേയാൻ വിട്ടിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ചത്. ഈ വലിയ രീതിയിൽ ഈ പശുക്കൾ കരയുന്ന ശബ്ദം കേട്ട് തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ ലയങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളും എത്തിയപ്പോഴാണ് ഈ പശുവിന്റെ കാലിൽ പുലി കടിച്ചു പിടിച്ചിരിക്കുന്നത് കാണുന്നത്. തുടർന്ന് ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ ശ്രമം ഉപേക്ഷിച്ചെങ്കിൽ പശുവിനെ പിടിക്കുന്ന ശ്രമം ഉപേക്ഷിച്ച് ഈ പുലി ഓടി മറയുകയായിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോഴും ഈ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇവിടെ നിന്ന് പുലി പശുക്കളെ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും വനംവകുപ്പിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആരോപണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അടിയന്തരമായി ഈ പുലിയെ കൂടുവെച്ച് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ തുരത്തുന്നതിനോ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഈ പുലി മനുഷ്യർക്ക് നേരെ അല്ലെങ്കിൽ മനുഷ്യരെ പിടികൂടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത അവിടെ വേണ്ടതായുണ്ട്. ഇത്തരത്തിൽ ആളുകൾക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കേണ്ടതായിട്ടുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമാവുക തന്നെയാണ്. മൂന്നാറിൽ കണ്ണടയ്ക്കുന്നു. വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. സുബിൻ കെ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.